ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അമൃതം പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ അമൃതം പൊടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വലിയ വലിയ തരികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയാണ് വേണ്ടത്. ഇപ്പോൾ അമൃതം പൊടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ തരികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ നൈസായ പൊടി മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ നാളികേരപ്പാൽ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ ഒരുമിച്ച് ഒഴിക്കരുത്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയില്ലാതെ ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുത്തേക്കണത്. അപ്പോൾ ഒരു നാളികേരം ചിരകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കറക്കിയെടുത്തിട്ട് ആ പാലൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ എടുത്ത പാല് 2 കപ്പാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് അമൃതം പൊടിക്ക് 2 കപ്പ് നാളികേരപ്പാലാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നാളികേരപ്പാലെല്ലാം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 കട്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തത്. അത് ഉരുക്കിയെടുത്തിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സാദാ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ശർക്കര നീര് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മളിത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നല്ല ഹൽവയുടെ പരുവത്തിലാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് ഹൽവയാക്കി എടുക്കണം. അപ്പോൾ നന്നായി തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അതിന് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇളക്കാനും സുഖം ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന പരുവത്തിലാവുന്ന വരയ്ക്കും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു കിണ്ണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പരന്നിട്ടുള്ള പാത്രം എടുക്കരുത്. നമ്മൾ ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് കനം വേണമല്ലോ. അപ്പോൾ നന്നായി പരന്നിട്ടുള്ള പാത്രം എടുക്കരുത്. ഇനി ഇത് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴാണ് നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായി പരത്തി കഴിഞ്ഞു. ഇനി ഇത് നന്നായി ചൂടാറായിട്ട് മാറ്റി വയ്ക്കുക. ഇത് നന്നായി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ച് കമത്തിയിട്ട് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിണ്ണത്തിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കളറുള്ള ഹൽവ കിട്ടും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. പിന്നെ ഞാൻ അമൃതം പൊടി വെച്ചിട്ടൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ അമൃതം പൊടി വെച്ചിട്ടുള്ള ഹൽവയുടെയും കിണ്ണത്തപ്പത്തിൻ്റെയും ടേസ്റ്റൊന്നും ശരിക്കും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസായിട്ട് അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.